Hi guys, welcome back to I Plus Training Solutions. ഈ വീഡിയോയിൽ നമ്മൾ യൂണിറ്റ് 9ന്റെ കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. യൂണിറ്റ് 9ൽ നമ്മൾ എന്തൊക്കെയാണ് ടോപ്പിക്സ് ഡീൽ ചെയ്തത്? നമ്മൾ ട്രാക്ക് മാർക്സ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫുഡ് വെയർ ഇംപ്രഷൻസ്, ടയർ മാർക്സ്, അതൊക്കെ നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വൈൽഡ് ലൈഫ് ഫോറൻസിക്സ്, എന്താണ് വൈൽഡ് ലൈഫ് ഫോറൻസിക്സ് എന്നും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫോറൻസിക് എൻറ്റോമോളജി ടോപ്പിക് എടുത്തു. പിന്നെ നമ്മൾ ഫോറൻസിക് സൈക്കോളജി, കുറച്ച് സൈക്കോളജിക്കൽ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഓവറോൾ ആയിട്ട് യൂണിറ്റ് 9ൽ ഡീൽ ചെയ്ത ടോപ്പിക്സ്. അപ്പം ഇത്രയും ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. First question. What is the name of the alloy used for casting tool marks that melts at 158 degree Fahrenheit, which is 70 degree Celsius? Options നോക്കാം. Woods metal, Winlite, Lipovitz alloy, both A and C. ഈ വുഡ്സ് മെറ്റലും വിൻലൈറ്റും ലിപ്പോവിറ്റ്സ് alloy ഒക്കെ എന്താണ്? നമ്മൾ ഇത് പഠിച്ചത് എന്തിന്റെ അണ്ടറിലാണ്? കളക്ഷൻ ഓഫ് ടൂൾ മാർക്സിന്റെ അണ്ടറിലെ ഒരു ടോപ്പിക് ആയിരുന്നു ഇത് അല്ലെ. അതിന്റെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ ഇത്. അപ്പൊ കളക്ഷൻ ഓഫ് ടൂൾ മാർക്സ് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞു? ഫോട്ടോഗ്രാഫി യൂസ് ചെയ്തിട്ട് ടൂൾ മാർക്സ് കളക്ട് ചെയ്യാം. അതേപോലെ തന്നെ ട്രേസിങ്, പിന്നെ നമ്മൾ കാസ്റ്റിംഗ് ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ടൂൾ മാർക്കിന്റെ കളക്ഷനിൽ. അപ്പൊ ഈ കാസ്റ്റിംഗ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് മെറ്റീരിയൽസ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് റബ്ബർ, പ്ലാസ്റ്റർ ഓഫ് പാരിസ്, പ്ലാസ്റ്റിസിൻ, വിനിലൈറ്റ്, അതേപോലെ വുഡ്സ് മെറ്റൽ. ഈ തന്നേക്കുന്ന ഓപ്ഷൻസ് എല്ലാം എന്തിൽ വരുന്നതാണ്? നമ്മൾ ഈ കളക്ഷൻ ഓഫ് ടൂൾ മാർക്സിൽ കാസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ. വുഡ്സ് മെറ്റൽ, വിനിലൈറ്റ്, ലിപ്പോവിറ്റ്സ് അല്ല എന്നൊക്കെ പറയുന്നത്. ഇതിൽ ഈ ലിപ്പോവിറ്റ്സ് അല്ല എന്ന് പറയുന്നതും വുഡ്സ് മെറ്റൽ എന്ന് പറയുന്നതും സെയിം ആണെന്ന് നമുക്കറിയാം അല്ലെ. വുഡ്സ് മെറ്റലിന് തന്നെ വേറൊരു പേരാണ് എന്ത്? ലിപ്പോവിറ്റ്സ് അലോയ് എന്ന് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞു. അതിന്റെ കോമ്പോസിഷൻ എന്താ? 50% ബിസ്മത്ത്, 25% lead, 12.5% tin and 12.5% cadmium. അതിനെ ഒരു 158 ഡിഗ്രി ഫാരൻഹീറ്റിൽ അല്ലെങ്കിൽ 70 ഡിഗ്രി സെൽഷ്യസിൽ മെൽറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് എന്ത്? ഈ വുഡ്സ് മെറ്റൽ അല്ലെങ്കിൽ ലിപ്പോവിറ്റ്സ് അലോയ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ കറക്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ അലോയ് യൂസ്ഡ് ഫോർ കാസ്റ്റിംഗ് ടൂൾ മാർക്സ് ദാറ്റ് മെൽറ്റ്സ് അറ്റ് 158 degree Fahrenheit, which is 70 degree Celsius. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താ? വുഡ്സ് മെറ്റൽ ആണ്. അപ്പോൾ വുഡ്സ് മെറ്റലിനെ തന്നെ നമ്മൾ ലിപ്പോവിറ്റ്സ് അലോയ് എന്നും പറയും. അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് both A and C. So right answer for the question number 1 is option D. Question number 2. What is the most common method used to restore serial numbers? Options നോക്കാം. Chemical etching, magnetic particle inspection, heat treatment, none of the above. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ടോപ്പിക്കിന് അണ്ടറിൽ വരുന്നതാ? റിസ്റ്റോറേഷൻ ഓഫ് സീരിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ റിസ്റ്റോറേഷൻ ഓഫ് ഒബ്ലിറ്ററേറ്റഡ് മാർക്സ്. നമ്മൾ പഠിച്ചത് അതാണല്ലേ, റിസ്റ്റോറേഷൻ ഓഫ് ഒബ്ലിറ്ററേറ്റഡ് മാർക്സ്. അതിന്റെ അണ്ടറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. വാട്ട് ഇസ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് യൂസ് ടു റീസ്റ്റോർ സീരിയൽ നമ്പേഴ്സ്? അപ്പൊ നമ്മൾ എന്താ ഈ ടോപ്പിക്കിന് അണ്ടറിൽ മെയിൻ ആയിട്ട് പഠിച്ചത്? പ്രിൻസിപ്പിൾ ഓഫ് റീസ്റ്റോറേഷൻ. അത് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന ആൻസർ എന്തായിരിക്കും. പ്രിൻസിപ്പിൾ ഓഫ് റീസ്റ്റോറേഷൻ എന്താ പറയുന്നത്? ഇപ്പൊ ഒരു സർഫസ് നമ്മൾ എടുത്തു, ഒരു മെറ്റൽ സർഫസ് എടുത്തു, അതിൽ നമ്മൾ എന്തെങ്കിലും നമ്പർ പഞ്ച് ചെയ്തു, അപ്പം അവിടെ ഒരു സ്ട്രെയിൻഡ് ആയിട്ടുള്ളതും അൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്യില്ലേ. അപ്പം ഈ ഇച്ചിങ് സൊല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു കെമിക്കൽ സൊല്യൂഷൻ എങ്ങനെയാണ് ഈ സ്ട്രെയിൻഡും അൺസ്ട്രെയിൻഡും മെറ്റൽ ഏരിയ ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്? അപ്പം ആ ഒരു റിയാക്ഷൻ ഡിഫറൻസ് കാരണം നമുക്ക് അതിനെ എന്ത് റീസ്റ്റോർ ചെയ്യാൻ പറ്റും? ആ നമ്പറിനെ റീസ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് റീസ്റ്റോറേഷൻ പറയുന്നത് അല്ലേ. ഒരു മെറ്റൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പഞ്ച് ചെയ്ത് നമ്പർ വെച്ച് തന്നെ പഞ്ച് ചെയ്തു, അപ്പൊ അവിടെ സ്ട്രെയിൻഡും അൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഏരിയ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സ്ട്രെയിൻഡും അൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഏരിയ എങ്ങനെയാണോ ഇച്ചിങ് സൊല്യൂഷൻ ആയിട്ട് റിയാക്ട് ചെയ്യുക, അപ്പൊ അവിടെ ഒരു ഇച്ചിങ് സൊല്യൂഷൻ ആയിട്ട് ഈ ഏരിയ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ സ്ട്രെയിൻഡ് ഏരിയയും അൺസ്ട്രെയിൻഡ് ഏരിയ ആയിട്ട് ഡിഫറൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് നമ്പർ റീസ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് റിസ്റ്റോറേഷൻ പറയുന്നത്. അപ്പൊ ഇച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇച്ചിങ് ആസ് എ മോസ്റ്റ് കോമൺ മെത്തേഡ് യൂസ് ടു റീസ്റ്റോർ സീരിയൽ നമ്പേഴ്സ് അല്ലെ. ഇതിൽ ഓക്സിഡേഷൻ പ്രോപ്പർട്ടി ഓഫ് കെമിക്കൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഓക്സിഡേഷൻ പ്രോപ്പർട്ടി ഓഫ് കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ നമ്പർ റീസ്റ്റോർ ചെയ്യാം. ദാറ്റ് ഇസ് ഇച്ചിങ് എന്ന് പറയാം. അപ്പം ഈ ഡിഫറെന്റ് മെറ്റൽസിനനുസരിച്ച് ഈ ഇച്ചിങ് സൊല്യൂഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താണ്? കെമിക്കൽ ഇച്ചിങ്. വാട്ട് ഇസ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് യൂസ് ടു റീസ്റ്റോർ സീരിയൽ നമ്പേഴ്സ്? ഏതാണ് മോസ്റ്റ് കോമൺ മെത്തേഡ്? ഇറ്റ് ഇസ് chemical etching. Right answer for question number 2 is option A. Next question, question number 3. What is the best reagent used to restore serial numbers on aluminum alloys? അതിൽ എന്താ ഓപ്ഷൻസ് നോക്കാം. Fry's reagent, Villela solution,
സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്. ഇത് എന്തിന്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻ? ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം ടോപ്പിക്കിന്റെ അണ്ടറിൽ തന്നെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? റിസ്റ്റോറേഷൻ ഓഫ് സീരിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ റിസ്റ്റോറേഷൻ ഓഫ് ഒബ്ലിറ്ററേറ്റഡ് മാർക്സിന്റെ അണ്ടറിലുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. ഇതില് ഓപ്ഷൻസ് എന്തൊക്കെയാ? ഫ്രൈസ് റിയേജന്റ്, വില്ലേല സൊല്യൂഷൻ, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്. അലൂമിനിയം അലോയ്സിൽ യൂസ് ചെയ്യുന്ന ബെസ്റ്റ് റിയേജന്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അലൂമിനിയം അലോയ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? ഓട്ടോറിക്ഷ എഞ്ചിൻ, വെഹിക്കിൾ ഐഡന്റിഫിക്കേഷൻ പ്ലേറ്റിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ പഠിച്ചു, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതും. വില്ലേല സൊല്യൂഷൻ ആണ് നമ്മൾ അലൂമിനിയം അലോയ്സിൽ യൂസ് ചെയ്യുന്നത്. ഫ്രൈസ് റിയേജന്റ് എവിടെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചത്? സ്റ്റീൽ സർഫസിലാണ് നമ്മൾ ഫ്രൈസ് റിയേജന്റ് പഠിച്ചത്. അപ്പം അലൂമിനിയം അലോയ്സിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? വില്ലേല സൊല്യൂഷൻ ആണ്. വില്ലേല സൊല്യൂഷന്റെ ഒരു കോമ്പോസിഷൻ പറയുകയാണെങ്കിൽ 30 ml ഗ്ലിസറിനും അതേപോലെ 20 ml ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്, ദെൻ 10 ml നൈട്രിക് ആസിഡ്. ഇതാണ് വില്ലേല സൊല്യൂഷന്റെ കോമ്പോസിഷൻ പറയുകയാണെങ്കിൽ. അപ്പോൾ വാട്ട് ഈസ് ദ ബെസ്റ്റ് റിയേജന്റ് യൂസ് ടു റീസ്റ്റോർ സീരിയൽ നമ്പേഴ്സ് ഓൺ അലൂമിനിയം അലോയ്സ്? അലൂമിനിയം അലോയ്സ് എന്ന് കേട്ടാൽ തന്നെ അപ്പൊ തന്നെ നമുക്ക് ഓർമ്മ വരണം വില്ലേല സൊല്യൂഷൻ ആണെന്ന്. ഫ്രൈസ് റിയേജന്റ് എന്ന് കേട്ടാൽ അപ്പോൾ ഓർമ്മ വരുന്നത് എന്താണ്? സ്റ്റീൽ സർഫസ് എന്നാണ്. ഓക്കെ, so right answer for question number 3 is option B, Villela solution. Question number 4. What is the purpose of casting tool marks? ടൂൾ മാർക്സ് കാസ്റ്റ് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ടു ക്രിയേറ്റ് എ പെർമനന്റ് റെക്കോർഡ്, ബി ടു കമ്പയർ വിത്ത് എ സസ്പെക്ട് ടൂൾ, സി ബോത്ത് ഓപ്ഷൻ എ ആൻഡ് ബി, ദെൻ ഡി നെയ്തർ എ നോർ ബി. അപ്പം ഇതിൽ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം? നമ്മൾ ടൂൾ മാർക്ക് കാസ്റ്റ് ചെയ്യില്ല. നമ്മൾ ടൂൾ മാർക്കിന്റെ ഒരു കളക്ഷൻ പ്രൊസീജിയർ ആണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം അതിന്റെ പർപ്പസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് എന്താ പറഞ്ഞേക്കുന്നത്? എ ടു ക്രിയേറ്റ് എ പെർമനന്റ് റെക്കോർഡ്. ക്രൈം സീനിൽ നമ്മൾ ടൂൾ മാർക്ക് ഒരു എവിഡൻസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിനെ നമുക്ക് പെർമനന്റ് റെക്കോർഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കണം അല്ലേ. അതിന് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കാസ്റ്റിംഗ്. ടൂൾ മാർക്ക് എന്ന് മാത്രമല്ല, നമ്മൾ ക്രൈം സീനിൽ ഏതൊരു എവിഡൻസ് കണ്ടാലും അതിനെ ഒരു പെർമനന്റ് റെക്കോർഡായിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം എവിഡൻസിനെ അല്ലേ. അപ്പോൾ ആ ഒരു ടു ക്രിയേറ്റ് എ പെർമനന്റ് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിൽ കറക്റ്റ് ആണ്. ദെൻ നമുക്ക് സ്റ്റേറ്റ്മെന്റ് 2 നോക്കാം. ടു കമ്പയർ വിത്ത് എ സസ്പെക്ട് ടൂൾ. നമ്മൾ ഈ ടൂൾ മാർക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നത് വേറൊരു സസ്പെക്ട് ടൂളായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ആണ്, അതാണ് നമ്മുടെ ഒരു മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഒരു ക്രൈം സീൻ നമ്മൾ കാസ്റ്റ് ചെയ്ത് ടൂൾ മാർക്ക് എടുത്ത് വെച്ചത് ഒരു പെർമനന്റ് റെക്കോർഡാണ്. ഇതിൽ നമുക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടണമല്ലോ. അപ്പൊ നമുക്കൊരു സസ്പെക്ട് ആയിട്ടുള്ള ഒരു ടൂൾ ഉണ്ട്, ആ ടൂളിൽ നിന്നാണോ ഈ മാർക്ക് ഉണ്ടായതെന്ന് നമുക്കൊരു കൺക്ലൂഷൻ വേണം. അപ്പം നമ്മൾ ആ ടൂളിന്റെ മാർക്കും എടുത്ത് ഈ രണ്ട് മാർക്ക് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക ചെയ്യണം. ടു കമ്പയർ വിത്ത് സസ്പെക്ട് ടൂൾ. എന്തിനു വേണ്ടി? നമുക്ക് ക്രൈം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ക്ലൂ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്, കമ്പാരിസൺ. സോ വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് കാസ്റ്റിംഗ് ടൂൾ മാർക്സ്? എ ടു ക്രിയേറ്റ് എ പെർമനന്റ് റെക്കോർഡ് ശരിയാണ്. അതേപോലെ ടു കമ്പയർ വിത്ത് സസ്പെക്ട് ടൂൾ അതും ശരിയാണ്. അപ്പം റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 4 ഇസ് ഓപ്ഷൻ സി, ദാറ്റ് ഇസ് ബോത്ത് എ ആൻഡ് ബി. Okay. Next question. What is the reagent used to restore serial numbers on cast iron and cast steel? ഇത് നമ്മൾ വീണ്ടും റിസ്റ്റോറേഷൻ ഓഫ് സീരിയൽ നമ്പേഴ്സ് എന്നുള്ള ടോപ്പിക്കിൽ വന്നു. അപ്പം ഇതിൽ ക്വസ്റ്റ്യൻ എന്താ? reagent used to restore serial numbers on cast iron and cast steel. നമ്മൾ അലൂമിനിയം അലോയ്സിൻ്റെ ഇത് പറഞ്ഞു, അതേപോലെ തന്നെ സ്റ്റീൽ സർഫസിൻ്റെ ഇത് പറഞ്ഞു. ഇനി കാസ്റ്റ് അയൺ ആൻഡ് കാസ്റ്റ് സ്റ്റീലിൽ യൂസ് ചെയ്യുന്ന റീജന്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഫ്രൈസ് റീജന്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, വില്ലേല സൊല്യൂഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രൈസ് റീജന്റ് എന്തിനാണ്? സ്റ്റീൽ സർഫസിലാണ് ഫ്രൈസ് റീജന്റ് പറയുന്നത്. വില്ലേല സൊല്യൂഷൻ എന്തിനാണ്? അലൂമിനിയം അലോയ്സിലാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ 10% സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് പ്ലസ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ബി ഫ്രൈസ് റീജന്റ്, സി വില്ലേല സൊല്യൂഷൻ, ഡി നൺ ഓഫ് ദ എബോവ്. അപ്പൊ ഇതിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് എന്തായിരിക്കും? ഫ്രൈസ് റീജന്റ് എന്താ? എന്തിനു വേണ്ട നമ്മൾ ഫ്രൈസ് റീജന്റ് യൂസ് ചെയ്യുന്നത്? നമ്മൾ സ്റ്റീൽ സർഫസിന് വേണ്ടിയിട്ടാണ് ഫ്രൈസ് റീജന്റ് യൂസ് ചെയ്യുന്നത്, സ്റ്റീൽ സർഫസിന്റെ ഇച്ചിങ് സൊല്യൂഷൻ ആയിട്ട്. അതേപോലെ സി വില്ലേല സൊല്യൂഷൻ നമ്മൾ ഏത് സർഫസിന്റെ? അലൂമിനിയം അലോയ്സിന്റെ ഇച്ചിങ് സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വില്ലേല സൊല്യൂഷൻ. അപ്പം ഇവിടെ കാസ്റ്റ് അയൺ ആൻഡ് കാസ്റ്റ് സ്റ്റീലിന്റെ റിസ്റ്റോറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് 10% സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് പ്ലസ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്. Right answer for question number 5 is option A, that is 10% solution of sulfuric acid plus potassium dichromate. Next, question number 6. Which of the following is a type of tool mark? Options നോക്കാം. A impression mark, B striation mark, C both A and B
ഡി നെയ്തർ എ നോർ ബി. അപ്പം ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ടോപ്പിക് എന്താ വരുന്നത്? ടൈപ്പ് ഓഫ് ടൂൾ മാർക്സ് ആണല്ലേ. എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂൾ മാർക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇംപ്രഷൻ മാർക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഇംപ്രഷൻ മാർക്ക്? It is produced by perpendicular force acting against an object. Impression mark is produced by perpendicular force which is acting against an object. അതേപോലെ compression mark which is very similar to impression mark. It is like when a tool strikes the surface with the pressure. It is produced when a tool strikes the surface with the pressure. അതല്ല, these are produced by single action of tool in the area of contact. Then striated marks. Next type on striated marks. So striated marks in the it is produced when a tool scrapes the surface. ഓരോ സർഫസിൽ സ്ക്രേപ്പ് ചെയ്ത് പോകുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന മാർക്കാണ് striated marks എന്ന് പറയുക. Then shearing or pinching marks. This occurs when the object is caught between opposing forces of two cutting action. അതാണ് shearing or pinching marks പറയുന്നത്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താണ്? Which of the following is a type of tool marks? Options ഉണ്ട്: impression mark, striation mark, A and B, neither A nor B. അപ്പം എന്താ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. നമ്മൾ പറഞ്ഞു ഇംപ്രഷൻ മാർക്കും സ്ട്രയേഷൻ മാർക്കും അതേപോലെ കംപ്രഷൻ മാർക്കും ഷിയറിംഗ് ഓർ പിഞ്ചിങ് മാർക്സും ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂൾ മാർക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 6 ഇസ് ഓപ്ഷൻ സി, ദാറ്റ് ഇസ് ബോത്ത് എ ആൻഡ് ബി. എന്തൊക്കെയാണ്? ഇംപ്രഷൻ മാർക്കും ഇൻക്ലൂഡ് ആണ്, സ്ട്രയേഷൻ മാർക്കും ഇൻക്ലൂഡ് ആണ് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. What is the Wildlife Protection Act 1972? നമ്മൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഡീൽ ചെയ്ത ടോപ്പിക് ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ലോ ടു കൺസർവ് ആൻഡ് പ്രൊട്ടക്ട് വൈൽഡ് ലൈഫ്, ലോ ടു പ്രൊമോട്ട് വൈൽഡ് ലൈഫ് ട്രേഡ്, ലോ ടു റെഗുലേറ്റ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട്, ലോ ടു പ്രൊമോട്ട് ടൂറിസം. അപ്പൊ എന്താണ് ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് നോക്കാം. പക്ഷെ അതിനു മുന്നേ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്താ? Which is an act passed by Parliament on 9th September 1972. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആക്ട് കൊണ്ടുവന്നത്? Which is for protection of wild animals, birds and plants. വൈൽഡ് ആനിമൽസിനും ബേർഡ്സിനും പ്ലാന്റ്സിന്റെ ഒക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ആക്ട് ആണ് എന്ത്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 എന്ന് പറയുന്നത്. അതുമല്ല, ഇറ്റ് എക്സ്റ്റെൻഡ് ദ ഹോൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ? Which is an act for the protection of wild animals, birds and plants. അല്ലേ? അപ്പൊ നമുക്ക് ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എന്താ? ഓപ്ഷൻ എ, a law to conserve and protect wildlife. അല്ലേ? So right answer for question number 7 is option A, a law to conserve and protect wildlife. Next, 8th question. Which ministry is responsible for implementing the Wildlife Protection Act? ഏത് മിനിസ്ട്രി ആണ് റെസ്പോൺസിബിൾ ഫോർ ഇംപ്ലിമെന്റിംഗ് ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ ഓപ്ഷൻസ് നോക്കാം. എ, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, ബി, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ, സി, മിനിസ്ട്രി ഓഫ് ടൂറിസം, ഡി, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. ഈ ഹോം അഫയേഴ്സും അല്ല, ടൂറിസവും അല്ല, അഗ്രികൾച്ചറും അല്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 8 is ഓപ്ഷൻ എ, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, forest and climate change. Question എന്താ? Which ministry is responsible for implementing the Wildlife Protection Act? അതിൽ ഏത് മിനിസ്ട്രിയാണ് ഇൻവോൾവ് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അതിൽ ആ ഒരു ഹെഡിങ് അല്ലെങ്കിൽ ആ ഒരു പേരിൽ തന്നെ ഉണ്ടാകേണ്ട ആൻസർ അല്ലേ? മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. Which of the following is a protected area under the Wildlife Protection Act? Options നോക്കാം. A, National Park, B, Wildlife Sanctuary, C, Conservation Reserve, D, all of the above. അപ്പം ഇതിൽ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അണ്ടറിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്കറിയാം സാങ്ച്വറീസ് ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അണ്ടറിലുള്ള ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. വേർ ലിമിറ്റഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് പെർമിറ്റഡ്. അതേപോലെ തന്നെ നാഷണൽ പാർക്ക് വേർ നോ ഹ്യൂമൻ ആക്ടിവിറ്റീസ് അലൗഡ്. അതും ഒരു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അണ്ടറിലുള്ള പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. അതേപോലെ തന്നെയാണ് കൺസർവേഷൻ റിസർവ്സും. അപ്പം ഇതിൽ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 9 എന്ന് പറയുന്നത് all of the above ആണ്. നാഷണൽ പാർക്ക് ആയാലും വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയാലും അതേപോലെ തന്നെ കൺസർവേഷൻ റിസർവ്സ് ആയാലും എല്ലാം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അണ്ടറിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയസ് ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 9 is ഓപ്ഷൻ ഡി, all of the above. Next, question number 10. What is the postmortem interval? That is PMI. Postmortem index എന്ന് പറയാം നമുക്ക്. ഓപ്ഷൻസ് നോക്കാം.
time elapsed since death, B time of death, C cause of death, D manner of death. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? പോസ്റ്റ്മോർട്ടം ഇന്റർവെൽ എന്താന്നുള്ളതാണ്. പോസ്റ്റ്മോർട്ടം ഇന്റർവെൽ ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് എ ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ഡെത്ത് ആൻഡ് കോപ്സ് ഡിസ്കവറി. ഒരാൾ മരിച്ചിട്ട് എത്ര നേരമായി, അതാണ് ആ ഒരു ഇന്റർവെലിനാണ് എന്ത് പോസ്റ്റ്മോർട്ടം ഇന്റർവെൽ, പോസ്റ്റ്മോർട്ടം ഇൻഡെക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ റൈറ്റ് ആൻസർ എന്താ? ടൈം ഓഫ് ഡെത്ത് ആണോ? അല്ല. കോസ് ഓഫ് ഡെത്ത് ആണോ? അല്ല. മാനർ ഓഫ് ഡെത്ത് അല്ല. അപ്പൊ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 10 is ഓപ്ഷൻ എ, ടൈം elapsed since death. മരണം, അയാൾ മരിച്ചിട്ട് എത്ര നേരമായി, അതാണ് പോസ്റ്റ്മോർട്ടം ഇന്റർവെൽ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ഇൻഡെക്സ് അല്ലെങ്കിൽ PMI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 10 is ഓപ്ഷൻ എ, ടൈം elapsed since death. Question number 11. How do forensic entomologists estimate PMI? PMI നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം ഇന്റർവെൽ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ഇൻഡെക്സ് ആണ് PMI അല്ലേ? എങ്ങനെയാണ് ഫോറൻസിക് എന്റമോളജിസ്റ്റ് PMI എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. എ, by analyzing insect development stages, B, by analyzing DNA evidence, C, by analyzing fingerprints, D, by analyzing toxicology reports. അപ്പം entomology എന്താ? സ്റ്റഡി ഓഫ് ഇൻസെക്ട്സിനാണ് entomology എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഫോറൻസിക് entomology എന്താ? എങ്ങനെയാണ് ഈ സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് ഫോറൻസിക് ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു കേസ് സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ലീഗൽ മാറ്റേഴ്സിൽ ഹെൽപ്പ് ചെയ്യുന്നത്, അതാണ് ഫോറൻസിക് entomology. അപ്പൊ ഈ ഫോറൻസിക് entomologist എങ്ങനെയാണ് ഈ പോസ്റ്റ്മോർട്ടം ഇന്റർവെൽ ഡിറ്റക്ട് ചെയ്യുന്ന, ഐഡന്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? അത് ഇൻസെക്ട്സിന്റെ ഹെൽപ്പോടുകൂടിയാണ് അല്ലേ? എന്റമോളജി എന്ന് പറഞ്ഞാൽ തന്നെ സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് ആണ്. അപ്പം ഇൻസെക്ട്സിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജസ് അനലൈസ് ചെയ്യുന്നത് വഴിയാണ് ഒരു ഫോറൻസിക് എന്റമോളജിസ്റ്റ് പോസ്റ്റ്മോർട്ടം ഇന്റർവെല്ലിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പൊ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 11 is ഓപ്ഷൻ എ, ദാറ്റ് is by analyzing insect development stages. Okay. Next, question number 12. Which insects are typically found in the early stages of decomposition? Options നോക്കാം. A, flies, B, beetles, C, ants, D, spiders. അപ്പോൾ ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ഇൻസെക്ട് ആണ് ഏർലി സ്റ്റേജ് ഓഫ് ഡീകമ്പോസിഷനിൽ കാണുന്നത്? ഈ സ്റ്റേജസ് ഓഫ് ഡീകമ്പോസിഷൻ ആണ് ഇവിടെ ടോപ്പിക് ആയിട്ട് വരുന്നത്. എന്തൊക്കെയാണ് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്? ഫ്രഷ് സ്റ്റേജ് ഉണ്ട്, ബ്ലോട്ട് ഉണ്ട്, ദെൻ ഡീകേ, പോസ്റ്റ് ഡീകേ, ഡ്രൈ. അപ്പം ഓരോന്നിലും ഇൻസെക്ട്സ് വരുന്നത്, ഓരോ സ്റ്റേജസിലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസെക്ട്സ് പ്രസന്റ് ആയിരിക്കും ബോഡിയിൽ. അപ്പം ഈ ഏർലി സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രഷ് സ്റ്റേജ് ആണ് അല്ലേ? വിച്ച് ബിഗിൻസ് അറ്റ് ടൈം ഓഫ് ഡെത്ത്, അതാണ് ഫ്രഷ് സ്റ്റേജ് എന്ന് പറയുന്നത്. അവിടെ ഏത് ടൈപ്പ് ഓഫ്, ആ ഒരു ടൈമിൽ ഏത് ടൈപ്പ് ഓഫ് ഇൻസെക്ട്സ് ആയിരിക്കും പ്രസന്റ് ആയിട്ടുള്ളത്? അവിടെ ഫ്ലഷ് ഫ്ലൈസും ബ്ലോ ഫ്ലൈസും ഒക്കെയാണ് ഏർലി സ്റ്റേജസ് ഓഫ് ഡീകമ്പോസിഷനിൽ പ്രസന്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഇൻസെക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 12 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ എ, ഫ്ലൈസ്. ഫ്ലൈസ് ആണ് ഏർലി സ്റ്റേജസ് ഓഫ് ഡീകമ്പോസിഷനിൽ കണ്ടുവരുന്ന ടൈപ്പ് ഓഫ് ഇൻസെക്ട്സ് എന്ന് പറയുന്നത്. സോ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 12 is ഓപ്ഷൻ എ. Next, question number 13. What can forensic entomology help determine about a crime scene? ഈ ഫോറൻസിക് എന്റമോളജി എന്ന് പറയുന്നത് ഫോറൻസിക് സയൻസിന്റെ ഒരു ഡിവിഷൻ ആണല്ലേ? അപ്പം ഈ ഫോറൻസിക് സയൻസ് ഡിവിഷൻ, ഫോറൻസിക് എന്റമോളജി ഡിവിഷന് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ആണ് ഒരു ക്രൈം സീൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക? അതാണ് ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഒരു ഫോറൻസിക് എന്റമോളജി ഡിവിഷന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുക ക്രൈം സീനിൽ നിന്ന്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ, ടൈം ഓഫ് ഡെത്ത്, B, location of death, C, cause of death, D, all of the above. അപ്പം നമുക്ക് ടൈം ഓഫ് ഡെത്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഫോറൻസിക് എന്റമോളജിസ്റ്റിന് ഇൻസെക്ട്സിനെ യൂസ് ചെയ്തിട്ട് ടൈം ഓഫ് ഡെത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ ബി, ലൊക്കേഷൻ ഓഫ് ഡെത്ത്. ലൊക്കേഷൻ ഓഫ് ഡെത്ത് ഈ ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസെക്ട്സ് ഉണ്ടാവും. അപ്പം ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമായിരിക്കും ആ ടൈപ്പ് ഓഫ് ഇൻസെക്ട്സ് പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ലൊക്കേഷൻ ഓഫ് ഡെത്ത് കണ്ടുപിടിക്കാൻ പോസിബിൾ ആയിരിക്കും. പ്രൈമറി ക്രൈം സീനും സെക്കൻഡറി ക്രൈം സീനും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ ഹെൽപ്ഫുൾ, അത് ഡിറ്റർമിൻ ചെയ്യാൻ അല്ലെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഫോറൻസിക് എന്റമോളജി ഡിവിഷൻ. അതേപോലെ തന്നെ കോസ് ഓഫ് ഡെത്ത് കണ്ടുപിടിക്കാനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിവിഷനാണ് ഫോറൻസിക് എന്റമോളജി എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് നമുക്ക് ഒരു ക്രൈം സീനിന് ഫോറൻസിക് എന്റമോളജി ഡിവിഷനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത്? ടൈം ഓഫ് ഡെത്ത് പറ്റും, ലൊക്കേഷൻ ഓഫ് ഡെത്ത് പറ്റും, കോസ് ഓഫ് ഡെത്ത് പറ്റും. അപ്പം റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 13 is ഓപ്ഷൻ ഡി. എന്താണ്? ഓൾ ഓഫ് ദ അബവ്. What can forensic entomology have determined about a crime scene? Time of death പറ്റും, location of death പറ്റും, cause of death പറ്റും. അപ്പോൾ right answer for question number 13 is option D, all of the above. Next, question number 14. The New Hampshire Doctrine is based on which principle? Options നോക്കാം. A, irresistible impulse, B, lack of knowledge of the nature and quality of the act, C, mental disease or defect,
ഡി നൺ ഓഫ് ദ അബവ്. അപ്പൊ എന്താണ് ഈ ന്യൂ ഹാംഷയർ ഡോക്ട്രിൻ എന്ന് പറയുന്നത്? ഇതിനെ നമുക്ക് ഇറസിസ്റ്റിബിൾ ഇമ്പൾസ് ടെസ്റ്റ് എന്നും പറയാം. അപ്പൊ ഈ ഒരു പോയിന്റ് അറിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുമല്ലേ? അപ്പം എന്താണ് ഇറസിസ്റ്റിബിൾ ഇമ്പൾസ് ടെസ്റ്റ്? ഇപ്പം ഒരാൾ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തു, ബട്ട് അയാൾ ക്രിമിനലി റെസ്പോൺസിബിൾ അല്ല. എന്തുകൊണ്ട്? അയാൾക്ക് അറിയാം, പക്ഷെ അയാൾ ചെയ്തതിന്റെ നേച്ചറും അതിന്റെ ക്വാളിറ്റിയും അത് തെറ്റാണെന്നും എല്ലാം അയാൾക്ക് അറിയാം, പക്ഷെ അയാൾ ക്രിമിനലി റെസ്പോൺസിബിൾ അല്ല. എന്തുകൊണ്ട്? ഇൻ കേസ് ഇഫ് ഹി ഈസ് ഇൻകേപ്പബിൾ ഓഫ് റിസ്ട്രെയിനിങ് ഹിംസെൽഫ് ഫ്രം കമ്മിറ്റിംഗ് ദ ആക്ട് ഡ്യൂ ടു മെന്റൽ ഡിസീസ്. അയാളുടെ മെന്റൽ ഡിസീസ് കാരണം അയാൾക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ഹി ഈസ് ഇൻകേപ്പബിൾ ഓഫ് റിസ്ട്രെയിനിങ് ഹിംസെൽഫ് ഫ്രം കമ്മിറ്റിംഗ് ദ ആക്ട്. അതാണ് എന്ത് പറയുന്നത്? ഇറസിസ്റ്റിബിൾ ഇമ്പൾസ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 14 എന്ന് പറയുന്നത് ഇറസിസ്റ്റിബിൾ ഇമ്പൾസ്. ദ ന്യൂ ഹാംഷയർ ഡോക്ട്രിൻ ഈസ് ബേസ്ഡ് ഓൺ വിച്ച് പ്രിൻസിപ്പിൾ? Irresistible impulse. The right answer for question number 14 is option A. Next question. Which type of delusion involves beliefs of being persecuted? Options നോക്കാം. A. Grandiose delusion. B. Persecutory delusion. C. Jealous delusion. D. None of the above. അപ്പൊ നമ്മൾ ഇവിടെ ടൈപ്സ് ഓഫ് ഡിലൂഷൻ ആണ് വരുന്നത് അല്ലേ? നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിലൂഷൻ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിലൂഷൻ നമ്മൾ പഠിച്ചത്? പെർസിക്യൂട്ടറി ഡിലൂഷൻ പഠിച്ചു, എറോട്ടോമാറ്റിക് ഡിലൂഷൻ പഠിച്ചു, ഗ്രാൻഡിയോസ് ഡിലൂഷൻ, ജലസ് ഡിലൂഷൻ, സോമാറ്റിക് ഡിലൂഷൻ, മിക്സഡ് ഓർ അൺസ്പെസിഫൈഡ് ഡിലൂഷൻ. അപ്പൊ എന്താണ് ഇവിടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? ഗ്രാൻഡിയോസ് ഡിലൂഷനും പെർസിക്യൂട്ടറി ഡിലൂഷനും ജലസ് ഡിലൂഷൻ. അപ്പൊ ഇതൊക്കെ എന്താ? ഗ്രാൻഡിയോസ് ഡിലൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ബിലീഫ് ഓഫ് being superior, having special powers or being famous. അതാണോ ഇതിന്റെ ആൻസർ? ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? which type of delusion involves beliefs of being persecuted എന്നാ. അപ്പൊ നമുക്ക് അടുത്തത് jealous delusion ആണോ നോക്കാം. jealous delusion എന്താ പറയുന്നത്? false beliefs that a partner is unfaithful leading to excessive suspicion. അതാണോ? അല്ല. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ അതിന്റെ ആൻസർ ഉണ്ടല്ലേ? പെർസിക്യൂട്ടറി ഡിലൂഷൻ, ബീയിങ് പെർസിക്യൂട്ടഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ പെർസിക്യൂട്ടറി ഡിലൂഷൻ ആണ് അതിന്റെ ആൻസർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ എന്താണ് പെർസിക്യൂട്ടറി ഡിലൂഷൻ? ഇറ്റ് ഈസ് എ ബിലീഫ് ദാറ്റ് someone or something is out to harm them. അതാണ് എന്ത്? പെർസിക്യൂട്ടറി ഡിലൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 15 is option B, that is persecutory delusion. എന്താണ് persecutory delusion? It is a belief that someone or something is out to harm them. അല്ലേ? അപ്പോൾ right answer for question number 15 is option B. Next question. Magneton's rule is based on which principle? എന്താണ് Magneton's rule? നമ്മൾ ഫോറൻസിക് സൈക്കോളജിയിൽ പഠിച്ച ഒരു റൂൾ ആണല്ലേ Magneton's rule. അത് എന്ത് പ്രിൻസിപ്പിളിന്റെ ബേസിലാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. A. lack of knowledge of the nature and quality of the act. B. irresistible impulse. C. mental disease or defects. D. none of the above. അപ്പൊ എന്താണ് Magneton's rule? അതൊരു ലീഗൽ ടെസ്റ്റ് ആണ് അല്ലെ? ക്രിമിനൽ ഇൻസാനിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലീഗൽ ടെസ്റ്റ് ആണ് Magneton's rule എന്ന് പറയുന്നത്. വിച്ച് ഫോക്കസിങ് ഓൺ വെദർ എ ഡിഫൻഡന്റ് ന്യൂ റൈറ്റ് ഫ്രം റോങ് അറ്റ് ദ ടൈം ഓഫ് ദ ക്രൈം. അയാൾ ചെയ്ത ടൈമിൽ അയാൾ ഒരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ് ഓഫ് ടൈമിൽ അയാൾക്ക് അത് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് അറിയാനുള്ള ആ ഒരു എബിലിറ്റി ഉണ്ടോ എന്ന് അറിയുന്ന ടൈപ്പ് ഓഫ് ഒരു റൂളാണ് Magneton's rule എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ ലീഗൽ ടെസ്റ്റ് ഫോർ ക്രിമിനൽ ഇൻസാനിറ്റി ഫോക്കസിങ് ഓൺ വെദർ എ ഡിഫൻഡന്റ് ന്യൂ റൈറ്റ് ഫ്രം റോങ് അറ്റ് ദ ടൈം ഓഫ് ക്രൈം. ഇതാണ് എന്ത് Magneton's rule പറയുന്നത്. അപ്പം എന്താണ് ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻസ് നോക്കാം. A. lack of knowledge of the nature and quality of the act, irresistible impulse, mental disease or defect, none of them. അപ്പൊ എന്താണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ എ ആണല്ലേ? അയാൾക്ക് അറിയില്ല അയാൾ ചെയ്ത ആ ഒരു നേച്ചറും ക്വാളിറ്റി, അയാൾ ചെയ്ത ആക്ടിന്റെ നേച്ചറും ക്വാളിറ്റിയും അയാൾക്ക് അറിയില്ല. സോ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 16 is option A, lack of knowledge of the nature and quality of the act. Next question. Which rule is also known as the product test? പ്രോഡക്റ്റ് ടെസ്റ്റ് എന്ന് അറിയപ്പെടുന്ന റൂൾ ഏതാണെന്നാണല്ലേ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. A. Magneton's rule. B. Durham's rule. C. Curran's rule. D. none of the above. അപ്പൊ ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്, ഫോറൻസിക് സൈക്കോളജിയിൽ പഠിച്ച റൂൾസ് ആണ് ഇതൊക്കെ. അപ്പം ദുർഹംസ് റൂളിലാണ് നമ്മൾ എന്ത് പ്രോഡക്റ്റ് ടെസ്റ്റ് എന്നും അറിയപ്പെടുന്നത്. ദുർഹംസ് റൂൾ ഇസ് ഓൾസോ നോൺ ആസ് പ്രോഡക്റ്റ് ടെസ്റ്റ്. അതെന്താ ഏത് ഇയറിലാണ് വന്നത്? 1954 അത് വന്നത്. അതെന്താ പറയുന്നത്? An accused is not criminally responsible if his unlawful act was the product of mental disease or defect. അയാളുടെ മെന്റൽ ഡിസീസോ അല്ലെങ്കിൽ മെന്റൽ ഡിഫക്റ്റോ കാരണമാണ് അയാൾ ഒരു അൺലോഫുൾ ആക്ട് ചെയ്തതെങ്കിൽ he is not criminally responsible എന്നാണ് എന്ത് പറയുന്നത്? ഈ ദുർഹാംസ് റൂൾ പറയുന്നത്. ദുർഹാംസ് റൂൾ is also known as product test. So right answer for question number 17 എന്ന് പറയുന്നത് which is option B, which is Durham's rule. Next question. Lucid interval refers to. Options നോക്കാം. A. period of insanity. B. period of sanity between episodes of insanity. C. period of unconsciousness.
ഡി നൺ ഓഫ് ദ അബവ്. അപ്പം ലൂസിഡ് ഇന്റർവൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ഫോറൻസിക് സൈക്കോളജി പഠിച്ച സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ് ലൂസിഡ് ഇന്റർവൽ എന്താന്നുള്ളത്. അത് നമ്മൾ ആക്സിഡന്റ് കേസ് അല്ലെങ്കിൽ ബ്രെയിൻ ഇഞ്ചുറിന്റെ കേസിലാണ് നമ്മൾ അത് അവിടെ ഡിസ്കസ് ചെയ്തത്. ഇവിടെ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് മെന്റൽ ഡിസോർഡറിന്റെ കേസിലാണ്. അപ്പം എന്താണ് ലൂസിഡ് ഇന്റർവൽ? ഇറ്റ് റെഫേഴ്സ് ടു എ പീരിയഡ് ഡ്യൂറിംഗ് which a person with a mental disorder or insanity experiences a temporary return to a normal state of mind. അപ്പം ഒരു മെന്റൽ ഡിസോർഡർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാള് ടെമ്പററി അയാൾ തിരിച്ചു വരിക അയാളുടെ നോർമൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലോട്ട്, അയാൾ തിരിച്ചു വരിക കുറച്ച് നേരത്തേക്ക്, എന്നിട്ട് വീണ്ടും അയാളുടെ മെന്റൽ ഡിസോർഡറിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ കുറച്ച് നേരം അയാൾ നോർമലായിട്ട് ഇരിക്കുന്നുണ്ട്. ആ കുറച്ച് പീരീഡ് ഓഫ് ടൈമിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലൂസിഡ് ഇന്റർവെൽ എന്ന് പറയുന്നത്. അപ്പം റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 18 is ഓപ്ഷൻ ബി, പീരീഡ് ഓഫ് സാനിറ്റി ബിറ്റ്വീൻ എപ്പിസോഡ്സ് ഓഫ് ഇൻസാനിറ്റി. അപ്പം ലൂസിഡ് ഇന്റർവൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റെഫേഴ്സ് ടു എ പീരിയഡ് ഡ്യൂറിംഗ് വിച്ച് എ പേഴ്സൺ വിത്ത് എ മെന്റൽ ഡിസോർഡർ ഓർ ഇൻസാനിറ്റി എക്സ്പീരിയൻസസ് എ ടെമ്പററി റിട്ടേൺ ടു എ നോർമൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അതാണ് എന്ത് ലൂസിഡ് ഇന്റർവൽ എന്ന് പറയുന്നത് മെന്റൽ ഡിസോർഡറിന്റെ കേസിൽ. സോ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 18 is ഓപ്ഷൻ ബി. Next question, 19th one. Which type of delusion involves beliefs of grandeur? Options നോക്കാം. A. Persecutory delusion. B. Grandiose delusion. C. Jealous delusion. D. None of the above. അപ്പോൾ ടൈപ്സ് ഓഫ് delusion നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് delusion? Persecutory delusion, erotomanic delusion, grandiose delusion, jealous delusion, somatic delusions, mixed or unspecified delusions. അപ്പം എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? വിച്ച് ടൈപ്പ് ഓഫ് ഡിലൂഷൻ ഇൻവോൾവ്സ് ബിലീഫ്സ് ഓഫ് ഗ്രാൻഡ്യൂർ? അത് ഏതാണ്? ഗ്രാൻഡ്യൂസ് ഡിലൂഷൻ ആണ്. ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടല്ലേ. ഗ്രാൻഡ്യൂസ് ഡിലൂഷൻ എന്താ പറയുന്നത്? ബിലീഫ് ഓഫ് ബീയിങ് സുപ്പീരിയർ ഓർ ഹാവിങ് സ്പെഷ്യൽ പവേഴ്സ് ഓർ ബീയിങ് ഫേമസ്. ദിസ് ഇസ് ദ ടൈപ്പ് ഓഫ് ഡിലൂഷൻ ഇൻവോൾവ്സ് ബിലീഫ്സ് ഓഫ് ഗ്രാൻഡ്യൂർ. അപ്പം ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, ഗ്രാൻഡ്യൂസ് ഡിലൂഷൻ. ബാക്കി പെർസിക്യൂട്ടറി ഡിലൂഷൻ, ജലസ് ഡിലൂഷൻ ഒക്കെ നമ്മൾ നോക്കിയതാണ്. Persecutory delusion എന്താണ്? Beliefs that someone or something is out to harm them. Jealous delusion എന്ന് പറഞ്ഞാൽ false beliefs that a partner is unfaithful, leading to excessive suspicion. So right answer for question number 19 is option B, that is grandiose delusion. Next question, that is the last one. The irresistible impulse test is used to determine. Options നോക്കാം. A. Whether a person knew right from wrong. B. Whether a person was able to resist the impulse to commit a crime. C. Whether a person has a mental disease or defect. D. None of the above. അപ്പം എന്ത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇറസിസ്റ്റബിൾ ഇമ്പൾസ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ കുറച്ച് മുമ്പ് ഈ സെയിം ടോപ്പിക് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറസിസ്റ്റബിൾ ഇമ്പൾസ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് അയാൾ ചെയ്യാൻ പോണ ഒരു ആക്ടിനെ അയാൾക്ക് കൺട്രോൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ അയാൾക്ക് റെസിസ്റ്റ് ചെയ്യാനുള്ള ഇമ്പൾസ് ഉണ്ടോ ഇല്ലെന്ന് ഡിറ്റർമിൻ ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ് ഇത് ദ ഇറസിസ്റ്റബിൾ ഇമ്പൾസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ഓപ്ഷൻ റൈറ്റ് ആൻസർ ആയിട്ട് എന്താ വരുന്നത്? വെദർ എ പേഴ്സൺ ന്യൂ റൈറ്റ് ഫ്രം റോങ് ആണോ? അല്ല. വെദർ എ പേഴ്സൺ വാസ് ഏബിൾ ടു റെസിസ്റ്റ് ദ ഇമ്പൾസ് ടു കമ്മിറ്റ് എ ക്രൈം, അതല്ല റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വെദർ എ പേഴ്സൺ വാസ് ഏബിൾ ടു റെസിസ്റ്റ് ദ ഇമ്പൾസ് ടു കമ്മിറ്റ് എ ക്രൈം. ഈ ഇറസിസ്റ്റബിൾ ഇമ്പൾസ് ടെസ്റ്റ് നമ്മൾ എന്ത് ഡിറ്റർമിൻ ചെയ്യാനാ? അയാൾ ചെയ്യാൻ പോണ ഒരു ആക്ടിനെ അതിന്റെ ഇമ്പൾസിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് എന്ത്? ദ ഇറസിസ്റ്റബിൾ ഇമ്പൾസ് ടെസ്റ്റ്. സോ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 20 is option B, whether a person was able to resist the impulse to commit a crime. So that's it. So യൂണിറ്റ് 9ന്റെ MCQ ഡിസ്കഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ 20 MCQs ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓരോ ക്ലാസ്സിലും നമ്മൾ 5 MCQs വെച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. So hope you guys understand. Thank you and have a nice day.